എൻ്റെ കുടുംബത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ഒരു ബ്രിഡ്ജാണ്. ഈ പാലം മൂന്നാർ പോലുള്ള എല്ലാവർക്കും ഈ പാലം സുപരിചിതമാണ്. ഈ പാലമാണ് നമ്മുടെ നേര്യമംഗലം പാലം, മൂന്നാറിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ഈ പാലം കടന്നാൽ ഞങ്ങൾ എറണാകുളംകാരും കോട്ടയംകാരും മൂന്നാർ പോവാണ് എന്നാണ് അതിൻ്റെ ഒരു വെപ്പ്. അതുകൊണ്ട് നേര്യമംഗലം പാലമാണ് നമ്മുടെ മൂന്നാറിൻ്റെ കവാടം എന്ന് അറിയപ്പെടുന്നത്. ഈ മൂന്നാർ എന്നാൽ അവിടെ പോയവർക്കറിയാം, ഒന്ന് പോയാൽ പിന്നെയും നമ്മളെ അങ്ങോട്ട് വശീകരിക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. അതിലേക്ക് പോകുന്ന വഴിയാണ് അതിനകത്ത് പ്രധാനം. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ചീയപ്പാറ വാട്ടർഫോൾസ്. അതിനോട് കൂടെ തന്നെ വാളറ വാട്ടർഫോൾസും ഉണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഴക്കാലത്ത് മാത്രമേ അവിടെ വെള്ളമുള്ളൂ. ഇപ്പോൾ വെള്ളമില്ല. മഴക്കാലത്ത് വളരെ ഭംഗിയുള്ള സ്ഥലമാണത്. പിന്നെ ഞാൻ എപ്പോഴും പോകുമ്പോൾ ഇവിടെ കയറി ഈ ഒരു കടയിൽ കയറിയിട്ട് നല്ല ബാംബു പായസം കുടിക്കും. ഭയങ്കര ടേസ്റ്റുള്ള ഒരു പായസമാണ്. എപ്പോഴും ആ കടയിൽ കയറി ഞാൻ പായസം കുടിക്കും. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും അവർ വയനാട്ടിൽ നിന്ന് ആദിവാസികളുടെ സ്വന്തം കൈകൊണ്ട് നിർമ്മിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. അവിടെ ഒരുമാതിരിപ്പെട്ട ആയുർവേദിക് സാധനങ്ങളെല്ലാം കിട്ടുന്നൊരു കടയാണ്. ഈ ബാംബു പായസം കുടിക്കാൻ വേണ്ടി മാത്രം ഞാനവിടെ എപ്പോഴും വണ്ടി നിർത്തും. അവിടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പുള്ളി നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. എല്ലാം നല്ല ഭംഗിയായിട്ട് ഒരു വീടിന് അലങ്കരിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. അത് എല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഒരെണ്ണം പോലും മെഷീൻ മെയ്ഡായിട്ടുള്ള സാധനങ്ങൾ അവിടെ കിട്ടുന്നില്ല. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. നമ്മുടെ ഏലം, ഗ്രാമ്പു, അതുപോലുള്ള മറയൂർ ചന്ദനത്തൈകൾ, ഈ കലമാൻ്റെ കൊമ്പ്, അതെല്ലാം മരത്തിലുണ്ടാക്കിയേക്കുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ആദിവാസികൾ, അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സൊസൈറ്റിയുടെ കീഴിലുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഞാൻ എന്നും ഇവിടെ കയറി പുള്ളിയെ കണ്ട് ബാംബു പായസം കുടിച്ചിട്ടാണ് ഞാൻ പോകാറ്. അവിടെ എല്ലാത്തിനും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെ രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെ അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രയോജനങ്ങളെന്നും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മൂന്നാർ അവിടെ നിന്ന് ഇറങ്ങി ഒരു കുറച്ച് ദൂരം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു എക്കോ ടൂറിസത്തിൻ്റെ ഒരു ബിൽഡിംഗ് പണിയുന്നുണ്ട്. അവിടെ വളരെ ഭംഗിയായിട്ട് മയിലിനെയും കാട്ടിയും പുൽച്ചാടിയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോൺക്രീറ്റിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷേ കണ്ടാൽ ഒറിജിനലാണെന്ന് തോന്നുന്നു. ഞാനതവിടെ വണ്ടി നിർത്തി എല്ലാവരെയും ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചു. വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്തതുകൊണ്ടാണ് അത് അത്ര അടുത്ത് നമുക്ക് ആ വീഡിയോ കിട്ടാത്തത്. പിന്നെ നമ്മൾ പോകുന്ന വഴി മുഴുവൻ റോഡ് പണി നടക്കുകയാണ്. എറണാകുളം ടു മൂന്നാർ ഉള്ള റോഡ് മുഴുവൻ റോഡ് വീതി കൂട്ടുവാണ്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇതെല്ലാം മഴക്കാലത്ത് വളരെ അപകടം നിറഞ്ഞ റോഡുകളാണിത്. എപ്പോൾ വേണമെങ്കിലും മണ്ണിടിച്ചിൽ ഉണ്ടാകാവുന്ന റോഡാണിത്. അതുകൊണ്ട് മഴക്കാലത്ത് വളരെയധികം അപകടങ്ങളും ഉണ്ടാകാറുണ്ട് ഈ റോഡിൽ. മാത്രമല്ല റോഡ് ബ്ലോക്ക് ആകുന്നത് കാരണം അവർ മണ്ണിടിയുന്ന ഏരിയയെല്ലാം അവർ കോൺക്രീറ്റ് വെച്ച് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ പോകുമ്പോൾ പണി ഏകദേശം തീരാറായി. എനിക്ക് തോന്നുന്നു അടുത്ത ഒരു വർഷം നമുക്ക് ആ റോഡിൽ കൂടി നല്ല വൃത്തിയായി വണ്ടി ഓടിച്ച് പോകാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ വൃത്തിയായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ളൊരു അസൗകര്യം നമ്മളത് സഹിക്കുക. ഒരു വർഷം കഴിയുമ്പോൾ നല്ലൊരു റോഡ് നമുക്ക് കിട്ടുമെന്ന് ആശംസിക്കുക. പിന്നെ മൂന്നാറിലേക്ക് എൻ്റെ 3 മാസത്തിൽ ഒന്നെങ്കിലും ഞാൻ മൂന്നാർ പോകാറുണ്ട്. നമുക്ക് വളരെ ശാന്തത തരുന്ന, സമാധാനം തരുന്ന, നല്ല ഓക്സിജനുള്ള, നല്ല അറ്റ്മോസ്ഫിയറുള്ള ഒരു ഇടത്തിൽ പോകുക എന്നുള്ളത് നമ്മുടെ ഒരു സന്തോഷമാണ്. ഇപ്പോൾ മൂന്നാറിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ക്ലൈമറ്റാണ്. നല്ല തണുപ്പുള്ള സമയമാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. എനിക്ക് തോന്നുന്നത് അത് 5 ഡിഗ്രി 6 ഡിഗ്രി സെൽഷ്യസിലൊക്കെ വരാറുണ്ട് ഇപ്പോൾ തണുപ്പ്. അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ചാറ്റിൽ മഴയുണ്ട്. ഞാൻ പോയപ്പം മഴ
അധികം ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ സിപ്പ് ലൈൻസ് നമ്മുടെ മൂന്നാറിലെ റൂട്ടുകൾ സിപ്പ് ലൈനിൻ്റെ കളിയാണ്. ഒരു 5-6 സിപ്പ് ലൈൻ ടീമിൽ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അഡ്വഞ്ചർ ടൂറിസം ഗവൺമെൻറ് നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞാനൊരു സിപ്പ് ലൈനിൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഒരാൾക്ക് 300 രൂപ. സിപ്പ് ലൈനിൽ നമുക്ക് ഇവിടുന്ന് അപ്പുറം സൈഡ് വരെ പോയിട്ട് തിരിച്ചു വരുന്നതിന് 300 രൂപ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു റോപ്പ് റൈഡ് എന്നും പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അതിനകത്ത് ഫാമിലി ആയിട്ട് ഇരുന്ന് പോകാം. അതിനകത്ത് 600 രൂപ എന്നവർ പറയുന്നു. പക്ഷേ 300 രൂപ ഒരാൾക്ക് ചെയ്തു തരാമെന്ന് പറയുന്നു. അത് വളരെ നല്ലൊരു കാഴ്ചയാണ്. പിന്നെ തേയിലത്തോട്ടം, അതാണല്ലോ നമ്മുടെ മൂന്നാർ എന്നാൽ തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടം കാണുക, പ്രകൃതി ഭംഗി ആസ്വദിക്കുക, തിരിച്ചു പോരുക. അതാണ് മൂന്നാർ. പ്രകൃതി ഭംഗി മാത്രമേ മൂന്നാറിലുള്ളൂ. പ്രത്യേകിച്ചൊന്നും കൂടുതലൊന്നും മൂന്നാറിലില്ല. മൂന്നാറിൽ പോയിട്ട് മൂന്നാർ ടൗൺ കാണുമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ പോക്ക് വൃഥാവേ ഉള്ളൂ. നമ്മളവിടെ പോകുന്നത് പ്രകൃതിയുടെ ഭംഗി കാണുക, തിരിച്ചു പോരുക. ഈ തേയിലത്തോട്ടങ്ങൾ അടുക്കി വെച്ചേക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഈ കയറ്റം കയറി പോകുമ്പോൾ വളഞ്ഞ റൂട്ടിലൂടെ, വളഞ്ഞ് തിരിഞ്ഞ റൂട്ടിലൂടെ ബൈക്ക് ഓടിച്ച് പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നത് ഗ്രീൻ വ്യൂ എന്നൊരു ഹോട്ടലിലാണ്. അവിടെ ഒരു ദിവസം ഞാനവിടെ സ്റ്റേ ചെയ്യും. ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്ത് നാളെ ഞാൻ വട്ടവടയ്ക്ക് പോകും. അപ്പോൾ നാളെ നമുക്ക് എല്ലാവർക്കും വട്ടവടയിൽ വെച്ച് കാണാം. വട്ടവടയിലെ വിശേഷങ്ങളുമായി നാളെ നമുക്ക് വട്ടവടയിൽ വെച്ച് കാണാം. വട്ടവടയിലും പോകുന്ന റൂട്ടാണ് അതിൻ്റെ ഭംഗി. പിന്നെ അവിടുത്തെ കൃഷിയും കാര്യങ്ങളും വളരെ ഭംഗിയാണ്. ഓക്കെ, താങ്ക് യു.